വണ്ടർ, വൺ ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. ഒരു മലയുടെ നടുക്ക് സ്റ്റെപ്സ് അല്ലാതെ നേരെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്ക്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാ വിശേഷവും പറയുന്നതിന് മുമ്പ് ഇന്നത്തെ വ്ളോഗ് ഇവിടുന്ന് തന്നെ ഈ കാഴ്ചയിൽ തന്നെ തുടങ്ങണം എന്ന് വിചാരിച്ചു. ഇത് സ്റ്റെയർ കേസ് ടു ഹെവൻ ഒന്നുമല്ല, ഹങ്ജൗ റെയിൽവേ സ്റ്റേഷനിൽ ഒരു എസ്കലേറ്ററാണ്. നോക്കിയത് ബാക്കി വിശേഷങ്ങളൊക്കെ ട്രെയിനിൽ കയറി. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഡേ ഓഫ് അവർ ട്രിപ്പ്. ഒന്ന് ഓബ്വിയസ്ലി ഡിസ്നിലാൻഡ് ആയിരുന്നു, പിന്നെ ഒന്ന് ഈവോയിൽ നമ്മുടെ ഡ്രസ്സ് എടുക്കാനുള്ളായിരുന്നു. അത് ഫെയിൽഡായി. ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ്ഡ് ആയിട്ടുള്ളവർക്കും ആക്സസ് ചെയ്യാം. ചിലടത്ത് കുറേ ട്രെക്കിംഗ് ഹൈക്കിംഗ് അതൊക്കെ കാണുമല്ലോ. ഇത് അതൊന്നും ഇല്ലാതെ നമ്മൾ പോവാണ്. സോ ബുള്ളറ്റ് ട്രെയിൻ, നമ്മുടെ ഹങ്ഷോന്ന് ബുള്ളറ്റ് ട്രെയിൻ പിടിച്ച് പിന്നെ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ടാക്സി പിടിച്ചിട്ടായിരിക്കും നമ്മൾ എത്തുന്നത്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബ്യൂട്ടിഫുൾ ഡേ ആൻഡ് ഹോപ്പ് യു ഗൈസ് ആർ ഓൾസോ ഗോയിങ് ടു ഹാവ് എ വണ്ടർഫുൾ ഡേ. നല്ല ഉൾപ്രദേശങ്ങളിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റിലും കൂടെ എത്തും. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല ഇങ്ങനെയൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കുക, അത്യാവശ്യം റിസ്ക്കിയാണ്. ഈ ഏജ്ഡ് ആയിട്ടുള്ള ഡാഡി മമ്മിയും അതുപോലെ 6 വയസ്സുള്ള വേദൂരെയും എല്ലാവരുമായിട്ട് ചൈന ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാ സ്ഥലവും, മെയിൻ സിറ്റീസ് അല്ല ഉൾപ്രദേശം എല്ലാം എക്സ്പ്ലോർ ചെയ്തു. ഐ തിങ്ക് സോ മേ ബി ബിക്കോസ് ഇറ്റ്സ് ചൈന വി ജസ്റ്റ് ഫെൽറ്റ് സേഫ് ആൻഡ് ഇറ്റ്സ് പോസിബിൾ. ഒരു സംഭവം തന്നെയല്ല ശരിക്കും. ഒരു ഗൈഡൻസും ഇല്ലാതെ, ആരും ഇല്ലാതെ ഈ ഒരു എല്ലാ ഏജ് കാറ്റഗറിയുള്ള ആൾക്കാരുമായിട്ട് ഇങ്ങനെ പോയി എക്സ്പ്ലോർ ചെയ്യുന്നത് അടിപൊളി. ഭയങ്കര ഐ ലവ് ഡൂയിങ് ദിസ്. ഞങ്ങൾ അങ്ങനെ സിയാൻജു എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഗ്രാമമാണെങ്കിലും റോഡ്സ് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ജാപ്പനീസ് വില്ലേജ് പോലെ തോന്നുന്നത്. ഫുൾ മൗണ്ടൻസും ഗ്രീനറിയും ഒരു സ്കൈ സ്ക്രേപ്പറും ഇല്ലാത്ത അവസാനത്തെ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടു. ഇനി ഇവിടുന്ന് ടാക്സി കിട്ടുന്നതെന്ന് നോക്കട്ടെ. വാട്ട് ഈസ് ട്രൂലി ഒരു ശരിക്കും ഒരു റെവലേഷൻ ചൈനയിൽ വന്നു വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ വന്നിരിക്കുക വൺ ഓഫ് ദ മോസ്റ്റ് അല്ല, ഒരു റിമോട്ട് ഏരിയ ആണ് കമ്പയർഡ് ടു ഓൾ ദി മെട്രോപൊളിറ്റൻ സിറ്റീസ്. എന്നിട്ട് പോലും നമുക്ക് ഏറ്റവും പേടി ചൈനയിൽ നാവിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പാടാന്നല്ലേ. ഇവിടെ വരെ ഇത് കണ്ട ഇംഗ്ലീഷിൽ സൈൻ ബോർഡ്സ് ഉണ്ട്. നോ വൺ സ്പീക്സ് ഇംഗ്ലീഷ്, അതുണ്ട്. പക്ഷെ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഈസി ആയിട്ട് ചെയ്യാം. അതിന് ആദ്യമായിട്ട് ഭയങ്കര ക്ലീനും എയർ കണ്ടീഷൻഡും മോഡേൺ ഒക്കെ ആണെങ്കിൽ പോലും ഒരുപാട് ജനങ്ങളും ഒരുപാട് എന്താ പറയുന്ന ഒരു ഷോപ്സും അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ഫസ്റ്റ് സ്റ്റേഷനാണ്. ഒറ്റ ഒരു സൂപ്പർ മാർക്കറ്റ് പോലും കണ്ടിട്ടില്ല. എന്നാലും നിങ്ങൾ ആലോചിക്കാം, നമുക്കൊക്കെ ഒന്ന് ആലോചിക്കാൻ പറ്റുമോ ഇന്ത്യയിലൊക്കെ ഒരു ഗ്രാമപ്രദേശത്തിൽ നമുക്ക് ഇതുപോലത്തെ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് ഗ്രാമപ്രദേശത്തിൽ. ചൈനയിൽ അവിടെയുണ്ട് ഇത്. അവസാനം നമുക്കൊരു ചൈനയിലെ ഒരു റൂറൽ ഏരിയ കാണാൻ പറ്റിയ. റോഡ് പേസ് ഞാൻ പറഞ്ഞ പോലെ അൾട്രാ ഡെവലപ്ഡ് ആണ് ഇവിടുത്തെ. പക്ഷെ ആൾക്കാരില്ല, അധികം ഷോപ്സ് ഇല്ല. പക്ഷെ ഇതുപോലത്തെയൊക്കെ ഫ്ലാറ്റ്സ് ഒക്കെ അന്നേ ഉണ്ടോയെന്ന് തോന്നുന്നു എനിക്ക്. 2 നില 3 നില ഫ്ലാറ്റ്സ്. എല്ലാവർക്കും കാറുണ്ട്. അതേ ഇവിടെ ചോദിച്ചപ്പോൾ റൂറൽ ഏരിയ പോയാലും എല്ലാവർക്കും കാറും ബൈക്കും ഒക്കെ ഉണ്ട്. എല്ലാം EV ആയിരിക്കും. ഒരു ഇൻക്രെഡിബിൾ റോഡ്സ് ആണ് നോക്കുക, എന്തൊരു ലാൻഡ്സ്കേപ്പാണ് നോക്കിക്കേ. പക്ഷെ ആൾക്കാരില്ല കേട്ടോ, കമ്പാരിറ്റീവ്ലി ആൾക്കാരും ഇല്ല, വണ്ടികളും ഇല്ല. സ്റ്റിൽ ദേ ആർ മെയിൻറ്റെയിനിങ് ഇറ്റ് സോ വെൽ ഈ ഒരു സ്ഥലമൊക്കെ. ഇപ്പം ഇത്രയും ദൂരം ഞങ്ങൾ വന്നല്ലോ, ഏകദേശം ഒരു 10-12 കിലോമീറ്റർ വന്നേ. എന്നിട്ട് ഒറ്റ ഒരു 7-Eleven കണ്ടില്ല. പക്ഷേ പറഞ്ഞില്ലേ റോഡ്, ഈ ട്രീസൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചായിരിക്കും എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വളരില്ലല്ലോ കറക്റ്റായിട്ട്. ഗൈസ്, സോ നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വന്നിരിക്കുന്നത് ഏറ്റവും ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഷെൻ ജിയാൻജു എന്നാണ് തോന്നുന്നു. ഐ ഹോപ്പ് മൈ പ്രൊനൗൺസിയേഷൻ ഇസ് റൈറ്റ്.
അങ്ങനത്തെ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മളെ പാർക്കിംഗ് ലോട്ട്, സൗത്ത് എൻട്രൻസ് ഗേറ്റിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ കൊണ്ടുവിടും. നമ്മൾ ഇതൊക്കെ ആരതി പറഞ്ഞു തന്നാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് ഒരു എത്തുംപിടിയില്ലാതെ നടന്നു തന്നെ. സോ ഇവിടെ നിന്ന് നമുക്കൊരു 3 യുവാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഷട്ടിൽ ബസ് കിട്ടും. എനിക്കൊന്ന് ആ ബസ്സായിരിക്കും ഇതിൻ്റെ എൻട്രൻസിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കയറി നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് പോവുകയാണ്. പക്ഷെ നമുക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി. ഞങ്ങൾ ഇവിടെ നല്ല കാറ്റും തണുപ്പൊക്കെ ആയിരിക്കും വിചാരിച്ചു. നല്ല പൊള്ളുന്ന ചൂടുണ്ട്. ഒരാൾ 4 തവണ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. ചൈന തന്നെയാണ്, ചൈനയുടെ ആൾക്കാർ തന്നെയാണ് ഓരോ വേറെ രാജ്യത്ത് നിന്ന് ഗ്രൂപ്പ് ടൂറിലൊക്കെ വരുന്നത്. ആൻഡ് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ ഇതുപോലെ ഒരു ലൈവ് പെർഫോമൻസ് ഉണ്ട്. അവർ നടക്കുന്ന നോക്ക്. തല വെച്ചാ കറക്കുന്നത് ഒരു സംഭവമായിരിക്കും കേട്ടാ. ഞാനേ ഇവരുടെ കൺസ്ട്രക്ഷൻ വരെ കണ്ടിട്ടുണ്ട്, ഈ ഗ്ലാസ് ബ്രിഡ്ജിനൊക്കെ ഡോക്യുമെൻ്ററി പോലെ. ചൈന ഇസ് ദ ലാൻഡ് ഓഫ് ഗ്ലാസ് ബ്രിഡ്ജസ്. ഏറ്റവും കൂടുതൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളതാ. ഇതൊന്നും ആദ്യമേ കേബിൾ കാർ, ആൻഡ് ദെൻ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്റ്റെപ്സ്, ആൻഡ് ദെൻ ഗ്ലാസ് ബ്രിഡ്ജ്. പാവം ഡാഡിയുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇത് സ്റ്റെപ്സ് കയറാതെ വേറെ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ഭാഗ്യം എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാമെങ്കിൽ കഴിഞ്ഞത് തന്നെ. പക്ഷെ കുറച്ച് സ്റ്റെപ്സ് കയറിയേ പറ്റൂ. വേദമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓ, ഈ വെള്ളം കണ്ടിട്ടുണ്ടല്ലോ, എടുത്ത് ചാടാൻ തോന്നുന്നു. എന്തൊരു ചൂടാന്നറിയോ ഇവിടെ. ഈ പാറയും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും. നമ്മുടെയൊക്കെ പറ്റിയ ആൾക്കാരാ. വാ, എന്തൊരു ബഹളമല്ലേ. എല്ലാവരും സംസാരം സെയിം നമ്മളെ പോലെ തന്നെ. വാ, കേബിൾ കാർ. ഇതിന് വേറെ ടിക്കറ്റ് എടുക്കണേ. ഇതെന്തോന്ന് ഇത്? ബുള്ളറ്റ് ട്രെയിൻ പോലത്തെ തന്നെയാന്ന് തോന്നിട്ട് ഇവരുടെ മറ്റേ കേബിൾ കാർ പോകുന്ന സ്പീഡേ. ഇംഗ്ലീഷ് പാട്ട് ഡാഡിനെ പിടിക്കേ. ഇത് എന്തൊരു സ്റ്റീപ്പാന്നറിയോ. ഞാൻ ഇത്രയും സ്റ്റീപ്പ് കേബിൾ കാർ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഓൾമോസ്റ്റ് കുത്തനെയാ പോകുന്നത്. ഇത് അധികം ലെങ്ത് ഇല്ല, പക്ഷെ ഭയങ്കര സ്റ്റീപ്പ്. നോക്ക്, വണ്ടർ, വൺ ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. ഒരു മലയുടെ നടുക്ക് സ്റ്റെപ്സ് അല്ലാതെ നേരെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്ക്. എസ്കലേറ്റേഴ്സ് ആണ്. മൈ ഗുഡ്നസ് മീ. ചൈന, യു ആർ ഗ്രേറ്റ് ചൈന. എന്താല്ലേ പ്രിയ ഇത്? എങ്ങനെ ഇത്? വീൽ ചെയറും ഉണ്ട്. ഓഫ്, എങ്ങനെ അവരിത്? ഒന്നുമില്ല. നോക്കുന്ന സൈഡില് ജസ്റ്റ് 2 ഫോറസ്റ്റ് ആണ്, മൊത്തം ഫോറസ്റ്റ് ആണ്. അത് 2 എസ്കലേറ്റർ ഇവിടെ. ഓഫ്, എങ്ങനെ പടുത് ഇവിടെ. അത്ഭുതമായിട്ട് തോന്നിയ ഡാഡി. ചൈന വേറെ ലെവലല്ലേ? വേറെ ലെവല. ഇതൊക്കെ ഇവിടെ കൊണ്ടുപോയി ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. മലയെ കേറിയിട്ട് വേണ്ടി ചെയ്യാൻ. പിന്നെ ഈ കറണ്ട് കണക്ഷൻ വേണ്ടേ? അത് അവര് മോട്ടറും എന്നാലും പക്ഷെ അതും പൊക്കിക്കൊണ്ട് വേണം വരാൻ. പിന്നെ അവരുടെ ആൾക്കാർക്ക് വേണ്ടി അവർ ചെയ്യുന്ന നോക്ക്. ഷോ ഡാഡി, ഇതിനെ കാട്ടി സൗകര്യം വേറെ എവിടെ കാണില്ല കേട്ടോ ഒരു മല കയറാൻ. എന്താ അമ്മോ. അമ്മി, ബാക്കിലത്തെ വ്യൂ നോക്ക്. പേടിക്കൊന്നുമില്ല. അങ്ങ് ദൂരം ഒരെണ്ണം കാണാം. ഞാൻ അതാണോ? അവിടം വരെ നമ്മൾ എങ്ങനെ എത്തും? ഉയ്യോ, അതുപോലെ കുറച്ച് ബ്രിഡ്ജസ് അല്ല, കുറച്ച് സ്റ്റെപ്സ് കയറാനുണ്ട് കേട്ടോ. സോ തീരെ എനിക്ക് തോന്നുന്നില്ല വീൽ ചെയർ ആക്സസിബിൾ ആണ്. കുറച്ച് നടക്കേണ്ടി വരും. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇതാണ് ഏറ്റവും ഈസിലി ആക്സസിബിൾ ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഇവർ പറയുന്നത്. കുറച്ചധികം നടക്കാനുണ്ട്. ഡാഡി മമ്മി ഓക്കെ. ഡാഡി ആക്ച്വലി നടന്നെത്തിയാൽ മതിയായിരുന്നു. പക്ഷെ ബെസ്റ്റ് തിങ് ഇത്രയും മുകളിലാണെങ്കിലും ഭാഗ്യത്തിന് ഇതേ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ലുക്സ് നൈസ്. എന്തൊക്കെ കിട്ടുമെന്നൊന്നും അറിയില്ല. റേറ്റ് ഒക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, റേറ്റ് എക്സ്പെൻസീവോ ചീപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ. ദാറ്റ്സ് ഓപ്ഷൻ ഹിയർ. ഇതല്ലാതെ വേറൊരു സംഭവം കൂടെ ഇവിടെയുണ്ട്. കാരുടെ ഫേവറേറ്റ് ചാങ്കി ടീ. അതുവരെ ഇതിന്റെ മേളിൽ കൊണ്ടുപോയി പണിതിരിക്കുവാണ്. എന്തായി അഡ്വഞ്ചറസ്ന്ന്? ക്ഷീണിച്ചോ? കിടപ്പാവോന്ന് കുഴപ്പമുണ്ടോ? നോക്ക്, ഇതും മറ്റേ ലവ് ലോക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ എവിടെ പോയാലും ഇതിനൊരു കുറവുമില്ല. ഇഷ്ടംമാതിരി ലവ് ഉണ്ട്. എന്തായാലും സമ്മതിക്കണം, 79 വയസ്സും 6 വയസ്സും 2 പേര്. ഡാഡി
ഡാഡീനെ ഞാൻ സല്യൂട്ട് ചെയ്തിരിക്കുന്നു കേട്ടാ. ഡാഡി നോക്ക് ഡാഡി, എന്താ അല്ലേ അത് സസ്പെൻഷൻ ബ്രിഡ്ജാന്ന് തോന്നുന്നു കേട്ടാ. ഓ എപ്പിക് ആണ്, എപ്പിക്. ഈ ബ്രിഡ്ജ് 600 പേരെ നടത്താൻ വേണ്ടി പണിതാണ്. ഇറ്റ് ഇസ് സസ്പെൻഡഡ്, ടോട്ടലി സസ്പെൻഡഡ്. പക്ഷെ മേളിന്നും ഇല്ല അടിയിന്നും സപ്പോർട്ടില്ല. അറിയോ ഡാഡി? മേളിന്ന് ഒന്നുമില്ല, അടിയിന്നും സപ്പോർട്ടില്ല. ഒറ്റ ഒരു റോഡ് പോലെ വെച്ച് പണിതിരിക്കുക, ഹാങ്ങിങ് ബ്രിഡ്ജ്. പക്ഷെ ഭയങ്കര ഒരു മിറാക്കിൾ മാർവൽ ബിൽഡാണ്. നോക്ക് അടിയിലേക്ക് നോക്ക്, 120 മീറ്റർ അടിയിലേക്ക് താഴ്ച. ഇത് കണ്ട അവിടെ ഒരു വ്യൂയിങ് പ്ലാറ്റ്ഫോം ഉണ്ട്, അതും ഫുൾ ഗ്ലാസ് ആണ്. പക്ഷേ ഞങ്ങളുടെ ഉദ്ദേശം ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടുപിടിക്കാനാണ്. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് കണ്ടുപിടിക്കണം. സമയം 3 എനിക്കൊന്ന് 4 മണി വരെ കണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. എപ്പിക്കാണ്, എപ്പിക് വ്യൂസ്. മൈ ഗോഡ്, ചൈനാസ് എവറിത്തിങ്. ബിൽഡിങ്സ്, നേച്ചർ, സീനറി, ഷോപ്പിംഗ്, ഫുഡ്, ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജി. ഓ മൈ ഗോഡ്, ഇതൊക്കെ ശരിക്കും ഒരു ഫുൾ ഡേ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാം. സ്ക്രീൻഷോട്ട് അല്ലേ, സ്ക്രീൻഷോട്ട് വേർത്തിയല്ലേ? നോക്ക്, ആണെങ്കിൽ ആൾക്കാരെയും കൂടെ മാറ്റാം. സീനറി നോക്ക് പ്രിയ, കൊറിയയൊക്കെ മാറി നിൽക്കും കേട്ടോ, ജപ്പാൻ വരെ മാറി നിൽക്കും. ഹ്യൂജ് ആണ്, ചൈനനെ പോലെ തന്നെ. ആ പാറയുടെ സൈസ് നോക്ക്, നോക്ക്. മരം വളർന്ന പോലെ അല്ലേ? ആ അടി പിടിച്ചോളും തൊപ്പി. ഓ വേദുവിന് അതാ ടെൻഷൻ, തൊപ്പി പറക്കുമെന്ന്. വേദു പറന്നു പോകാൻ നോക്കിയാൽ മതി ഇപ്പോ. ഇത് നോക്കിക്ക്, ഇങ്ങനെയൊക്കെ നടന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് നിൽക്കാവേ. വാട്ട് ആൻ അമേസിങ് ക്രിയേഷൻ. എല്ലാം ഫുൾ മല അവർക്ക് ടൂറിസ്റ്റിന് വേണ്ടി ഈസി ആക്സസ് പോലെ ചെയ്തു വെച്ചിരിക്കുക. സോ നടന്ന് ഏകദേശം 2 കിലോമീറ്റർ ഇങ്ങനെ സ്റ്റെപ്സും കയറി ഇറങ്ങി നടന്ന് ഞങ്ങളിതേ അവസാനം ആ ഒരു അമേസിങ് ബ്രിഡ്ജ് കണ്ടിരിക്കുവാണ്. സ്റ്റെപ്സൊക്കെ ഇറങ്ങുമ്പോണ്ടല്ലോ ഒരു സ്കേറി ഫീലിംഗ് ആണ്. എന്താന്ന് ഇത് ഐ ഡോണ്ട് നോ, യു ഹാവ് ടു ജസ്റ്റ് കം ഹിയർ ടു എക്സ്പീരിയൻസ് ദിസ്. ഇടയ്ക്ക് പ്ലാറ്റ്ഫോമും സ്റ്റെപ്സും. ഇനി ഈ സ്റ്റെപ്സ് നിങ്ങൾ നോക്കിക്കോ കേട്ടോ, ആൾക്കാർ പിടിച്ച് പേടിച്ച് ഇറങ്ങുന്നത്. ഇത് ഒരു സ്പെഷ്യൽ സ്റ്റെപ്സാണ്, ക്വിനിയൻ സ്റ്റെയർവേ എന്നാണ്. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു സ്റ്റെപ്സാണ്, സ്കേറി ഇറ്റ് ഈസ്. ഇത് കണ്ട ഡാഡി പാവം, എനിക്ക് തോന്നുന്നു ക്ലോസ് ഒരു 200-250 സ്റ്റെപ്സ് എങ്കിലും കാണുമേ. ഓൾമോസ്റ്റ് 70 ഡിഗ്രി ആംഗിളിലാണ്. ഡാഡിക്ക് നല്ല പെയിൻ ഉണ്ട്. ഒരു വയറിൽ അറിയാമല്ലോ, നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് മാറ്റേണ്ടി വന്നു. സ്റ്റിൽ ഹീസ് ഡൂയിങ് ഇറ്റ്. ഇതിൽ കൂടുതൽ ആർക്കെങ്കിലും ഇഫ് ദി ആർ കംപ്ലൈനിങ് ഞങ്ങൾക്ക് വേദനയാണ്, നടുവേദനയാണ്, ആ വേദനയാണ് എന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഈ മനുഷ്യൻ 80 വയസ്സിൽ ഒരാഗ്രഹം കൊണ്ട് ചെയ്യുന്നത്, നോട്ട് ഈവൻ ഫോഴ്സ്ഫുള്ളി, ഒരാഗ്രഹം കൊണ്ട്. ഡാഡി ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് പ്രിയ ചെയ്യുന്നത്. ആ മൊത്തം സ്റ്റെപ്സ് ഇറങ്ങി വന്ന് ഇങ്ങനെ നടന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്ററാണ് ഡാഡി നടന്നിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും, എന്നാലും ഡാഡിയുടെ കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. പക്ഷേ എവറി സ്റ്റെപ്പ് ഇസ് എന്താ പറയുന്നത്, നമുക്ക് ഒരു റിവാർഡിങ് ആണ്. ബിക്കോസ് യു ആർ ഗെറ്റിംഗ് വ്യൂ ഓഫ് ദിസ് അമേസിങ് പ്ലേസ്. ഇതിൽ ക്രിയേഷൻ ഓഫ് ഹെവൻ ആൻഡ് എർത്ത് ഓൾമോസ്റ്റ് ഒരു മിസ്റ്റിക്കൽ ലെവലിലേക്കാണ്, ക്രിയേഷൻ ഓഫ് ദ യൂണിവേഴ്സിൻ്റെ ഒക്കെ ഒരു പോയിന്റ് പോലെയൊക്കെയാണ് ഈ ഒരു ഏരിയ പറയുന്നത്. ആൻഡ് യു ഡെഫിനറ്റ്ലി ഫീൽ ദാറ്റ് ഒരു പ്രീ ഹിസ്റ്റോറിക് ലെവൽസിലേക്കൊക്കെ പോയ ഒരു ഏരിയ പോലെയുണ്ട്. ഇവിടെ മിഡിൽ ഓഫ് നോ വെയറിൽ ഒരു ഫുള്ളി ഫങ്ഷനിങ് കെഫെ, KFC പോലത്തെ ബർഗേഴ്സും, നോട്ട് എക്സ്പെൻസീവ്, ഐ റിപ്പീറ്റ് നോട്ട് എക്സ്പെൻസീവ്. ബർഗേഴ്സിനൊക്കെ എത്രയാ, 250, 300 രൂപ, 150 രൂപയൊക്കെ ഉള്ളൂ. സോഫ്റ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ. എന്താ അല്ലേ, നോക്കിത് മലയുടെ ഇടയ്ക്ക് പണിത് വെച്ചിരിക്കുന്നത്. സംഭവല്ലേ? എന്നാ എല്ലാരും പറയും, അവിടം വരെ പോയിട്ട് നിങ്ങൾ അവിടെ പോയി. ആരും പറയാ ഡാഡി, കാരണം എളുപ്പമല്ല ഇവിടം വരെ നടന്നു വരാൻ. അത് വന്നവർക്കേ അറിയുള്ളൂ. ആ സത്യം. ഇനി വരുന്നവർക്കും ഞങ്ങളൊരു ഇത് അതെ വാൺ ചെയ്യാണ്. ഹെൽത്തി അല്ലെങ്കിൽ നല്ല നടന്ന് ശീലിച്ചവര് മാത്രം പോരാ, സ്റ്റെപ്സും കയറി ഇറങ്ങാനുണ്ട്. ആ ഫസ്റ്റ് പാലം വരെ ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കുറച്ച് പാടാണ്. മാരത്തോൺ ഒക്കെ പോയവർക്ക് അത്രയൊന്നുമില്ല, ഒന്ന് പോകാ മാരത്തോൺ. എനിക്ക് നടക്കാമെങ്കിൽ നിങ്ങൾക്ക് നടന്നുകൂടെ? അതെ. ഇത് കണ്ട, ഇത് ഞങ്ങൾ വന്ന ബ്രിഡ്ജാണ്, ആദ്യത്തെ ബ്രിഡ്ജ്. ഇത് ഞങ്ങൾ ഇറങ്ങിയ സ്റ്റേഴ്സ് കാണാൻ പറ്റുന്നുണ്ടോ? സ്റ്റേഴ്സ് ദേ ആ കാണുന്നതാണ് ഞങ്ങൾ ഇറങ്ങിയ സ്റ്റേഴ്സ്. അങ്ങനെ നടന്നാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. ഗായ്സ്, ഇവിടം വരെ വന്നിട്ട് ഇനി തിരിച്ച് നമ്മൾ ഇത്രയും തന്നെ നടക്കണം കേട്ടോ. ആ സ്റ്റെപ്സ് കയറണ്ട, പക്ഷെ തിരിച്ച് ഇത്രയും വരെ നടന്നാലേ നമ്മൾ വന്ന കേബിൾ കാറിലേക്ക് എത്തുള്ളൂ. ഞങ്ങൾക്ക് 1 മണിക്കൂറും കൂടെ ഉള്ളൂ ഇനി റെയിൽവേ സ്റ്റേഷനിൽ എത്താനുമായിട്ട്.
വാട്ട് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ആക്ച്വലി ഒരു മസ്റ്റ് വിസിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ്. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഒരു ആഗ്രഹം പൂർത്തിയായി. ബട്ട് അതർവൈസ് ഓൾസോ ദ ലാൻഡ്സ്കേപ്പ്, ദ വ്യൂസ്, ദ ഫെസിലിറ്റീസ്, എവറിത്തിങ് ഇസ് ഫസ്റ്റ് ക്ലാസ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ട്രെയിൻ കിട്ടുമെന്ന് മാത്രം ഒന്ന് നോക്കണം തിരിച്ചു പോകാൻ. കാൺ ടേക്ക് മൈ ഐസ് ഓഫ് ദിസ് പ്ലേസ്. ഷോ, ആരും ഇല്ലാതെ ഈ സ്ഥലത്തിൻ്റെ ആ ഒരു പീസ് ആൻഡ് കാമിൽ കാണുന്നത്. അയ്യോ, ഇനി ഭാഗ്യത്തെ എന്തായാലും ആ സ്റ്റെപ്പ് കയറണ്ട കേട്ടാ. ഇത് എന്തായിരുന്നു ആ സ്റ്റെപ്പ്? അത് തിരിച്ച് വേളിലേക്ക് കയറുന്ന ആരും അത് ആലോചിച്ച് നോക്ക്. ആക്ച്വലി നമുക്ക് ആ വഴി ഇറങ്ങി പോവായിരുന്നു, പക്ഷെ മമ്മി ഇവിടെ ഇല്ലേ? അല്ല, എൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി ഞാൻ കണ്ടു, എനിക്ക് ഉറപ്പില്ല. ആ റെസ്ക്യൂ അല്ലേ? നമ്മുടെ ഓർമ്മയുണ്ടോ പാലക്കാടിലെ ഒരാള് മല കയറി സ്റ്റക്കായിട്ട് രക്ഷപ്പെടുത്തത്? അതുപോലെ പ്രിയ മോഹന് ചൈനയുടെ മലയിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഷോ, തിരിച്ചു പോകുന്ന ഈ വഴിയൊക്കെ എന്തൊരു എപ്പിക്കല്ലേ. വഴക്കും പറയും, ആസ്വദിക്കുകയും ചെയ്യും. രണ്ടും സത്യം അത് കേട്ടോ. ടയേർഡായതിൻ്റെ ഒരു വഴക്ക് പറച്ചിലും ഉണ്ട്, പക്ഷെ ഓരോ കാഴ്ച കാണുമ്പോൾ നിന്ന് സ്റ്റണ്ട് ആവുന്നുണ്ട്. ഇതെന്താ ഹോളി മൗണ്ടൻസ് ആണെന്ന് തോന്നുന്നു. കാരണം കുറേ സ്ഥലത്ത് ഗോഡും യൂണിവേഴ്സ് ഒക്കെ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ലെയേഴ്സ്. എന്തായാലും വരാൻ പറ്റിയൊരു ഭാഗ്യ അല്ലേ? ഒരിക്കലും ഇല്ല. ഡാഡി, ഒരു കാര്യം എനിക്ക് ഗ്യാരണ്ടി ചെയ്യാം, ഡാഡി ആയിരിക്കും ഓൾഡസ്റ്റ് മാൻ ഫ്രം ഇന്ത്യ ഈ ഒരു റൂട്ട് കവർ ചെയ്യുന്ന ആള്. ചൈനയുടെ മലയിൽ പ്രിയയുടെയും വേദുവിൻ്റെ ഒക്കെ പേര് ഞാനൊന്ന് ഇംപ്രിന്റ് ചെയ്യട്ടെ. പ്രിയ, വേദോ, ആൻഡോ. ചാടൊന്നും പറ്റില്ല, ഇങ്ങോട്ട് വന്നേ. ഇത് നോക്കിക്കേ വ്യൂ ഒക്കെ. ഇത് ആക്ച്വലി ഒരു സ്ഥലത്ത് എനിക്ക് മറ്റേ അവതാർ ഷൂട്ട് ചെയ്ത മൗണ്ടൻസിലും കണ്ടാന്ന് തോന്നുന്നു. ഇത് ഗ്ലാസ് ഉണ്ട്, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് അതും ഭംഗി തന്നെ ആയിരിക്കും. പക്ഷെ ഇതൊരു സീനിക് റൂട്ട് തന്നെയാണ് കേട്ടോ. ഇൻക്രെഡിബിൾ. ജസ്റ്റ് സോൾ ഇസ് ഫുൾ. അതും നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇതൊരു ചെയ്യാൻ പറ്റുന്നത് എപ്പിക്. ജെഫ്രിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഉറപ്പാ. ഷോ, ഗ്ലാസ് ബ്രിഡ്ജ് ഇല്ലെങ്കിലും ദിസ് ഇസ് ആസ് സ്കാരി ആസ് എ ഗ്ലാസ് ബ്രിഡ്ജ്. ഇരുമ്പ് മറ്റേ വാർപ്പിൻ്റെ മുകളിൽ നടക്കുന്ന പോലെ. നോക്കിക്കേ ഈ ലാൻഡ്സ്കേപ്പ്. നമ്മൾ വിചാരിക്കും എല്ലാ സൈഡും ഒരേപോലെയാണ്, നല്ല കേട്ടോ. ഭയങ്കര വ്യത്യാസമാണ്. അങ്ങനെ ഒരു കിടിലൻ സൺസെറ്റിംഗ് ലൈറ്റും കൂടെ കണ്ടിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഹോപ്പ്ഫുള്ളി വിൽ ഗെറ്റ് എ ട്രെയിൻ ബാക്ക്. നമ്മുടെ ഉള്ള ട്രെയിൻ, ബുക്ക് ചെയ്ത ട്രെയിനൊക്കെ പോയി. ഇനി ഏതെങ്കിലും ട്രെയിൻ ഉണ്ടോ എന്ന് നോക്കണം. അമേസിങ്. പ്ലാറ്റ്ഫോമിൽ കിടക്കാൻ റെഡി ആയിക്കോ കേട്ടാ. ഞാൻ കണ്ടു അവിടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ ഭരതനാട്യം കളിക്കുന്നത്. ഇതും എനിക്ക് ചൈനയുടെ ഒരു ഭയങ്കര ഫാക്ടറി തോന്നി. ഒരു സെക്യൂരിറ്റി ഗാർഡ് ക്ലോസ് ചെയ്യാറായല്ലോ. ഞങ്ങളോട് പറഞ്ഞ് പൊയ്ക്കോ, നിങ്ങൾ വേഗം പോ, ഞാൻ ഡാഡിയെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് കൂടെ നടക്കുവാണ് ഒരു ചൈന സെക്യൂരിറ്റി ഗാർഡ്. നോക്ക്. ഷോ, ഇതൊക്കെ പിന്നെ എങ്ങനെ നമ്മൾ ഈ രാജ്യത്തിനെ ഇഷ്ടപ്പെടാതിരിക്കും? തിരിച്ചു പോകുന്ന വ്യൂ, ഈ എസ്കലേറ്റർ, ഇവിടുത്തെ ഈ മൗണ്ടനിലെ എല്ലാം ഒരു സംഭവമായിട്ട് തന്നെയാണ് തോന്നിയത്. എസ്കലേറ്റർ തൊട്ട് ഇവിടുന്ന് കയറുന്ന തൊട്ട് റോപ്പ് വേ തൊട്ട് ദ എൻറ്റയർ വ്യൂ, ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ മൗണ്ടൻ ഓഫ് ഗോഡ്സ്. മോൻ, ഐ എം വെരി പ്രൗഡ് ഓഫ് യു. ബിക്കോസ് ഇത്രയും നടന്ന് ക്ലൈംബ് ചെയ്ത് കംപ്ലൈൻറ്റ് പറയാതെ ചെയ്തേന്ന്. ഐ എം പ്രൗഡ് ഓഫ് യു. ഐ എം പ്രൗഡ് ഓഫ് അമ്മയ്ക്ക് ഇത്രയും വേനയുണ്ടായിട്ടും വന്നതിന്. ഐ എം സൂപ്പർ പ്രൗഡ് ഓഫ് ഡാഡി. അമ്മയ്ക്ക് പിന്നെ നടുവേനായതുകൊണ്ട് വന്നില്ല. എന്തായാലും ഓൾ ത്രീ ഓഫ് യു, ഐ ലവ് യു. മമ്മയ്ക്ക് വയ്യാത്തോണ്ടല്ലേ, അത് കുഴപ്പമില്ല. അങ്ങനെ അതെ സൺസെറ്റും കേബിൾ കാറിൽ നിന്ന് കണ്ട് ഡാഡി ഒരു കോൾഡ് കോഫിയും ഗിന്നസ് ബുക്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുത്തേനെ ഡാഡി. ഒരു സംഭവം വേറെ വന്നു കാണും. മലയാളിക്കാരും ഇന്ത്യക്കാരും കാണില്ല ഒരു 80 yearsൽ ഇവിടം വരെ വന്ന് കയറിയത്. ഒരു സംഭവം തന്നെ. ഇനി ബാക്കി ട്രെയിൻ കിട്ടുമ്പോ കൺക്ലൂഷൻ എടുക്കാം. കാരണം ട്രെയിനും കിട്ടി നമ്മുടെ ഹോട്ടലിനടുത്ത് പോയാല്, സമയത്തിന് പോയാല് ഇന്നലെ നിങ്ങൾ കഴിച്ച സ്ഥലത്ത് പോയി കഴിക്കാം. ഓ, ഡാഡിക്ക് അതാണ് ഇന്നലെ ഞങ്ങൾ ഒരു ഡോമിനോസ് പിസ്സ കണ്ടുപിടിച്ചു, അവിടെ പോയി കഴിക്കണത്.
ഗാർലിക് ബ്രെഡും ഒരു പിന്നെ മറ്റേതിന്റെ സൂപ്പ്. മഷ്റൂമോ? നടന്നത് നമ്മളെത്തില്ല. മമ്മി അത് കഴിച്ചോളും രണ്ടും. പക്ഷെ നമ്മളെത്തില്ല ഡാഡി. അപ്പൊ എന്ത് ചെയ്യും? ഇവിടുന്ന് എല്ലാം കഴിക്കണം. കഴിക്കാം, വീട്ടിലെത്തും, റൂമിലെത്തും. ട്രെയിനോ? അത് വേറെ വഴിയൊക്കെ കാണും. ഗൈസ്, സോ ലാസ്റ്റ് ഹറി ബറി ആയിപ്പോയി. ഞങ്ങൾ ലാസ്റ്റ് ട്രെയിൻ കിട്ടിയ ഒരു 8:20 ട്രെയിൻ ഇവിടെ ഏകദേശം ഒരു 9:45 ആകുമ്പോൾ എത്തി. ഗോട്ട് എ മെട്രോ, came back. It was an extremely tiring day but extremely inspiring. ഞാൻ പറഞ്ഞല്ലോ ഡാഡിയും വേദുമൊക്കെ ഈ ഒരു ഞാൻ സ്ക്രീൻഷോട്ട് ഇടാം. 12 കിലോമീറ്ററിന് മുകളിൽ നടന്നു. പ്ലസ് 35 ഫ്ലോസ് ആണ് അവർ കയറിയിരിക്കുന്നത് ഓവറോൾ ഇന്ന്. ദാറ്റ്സ് അമേസിങ് ആൻഡ് ഇറ്റ്സ് ട്രൂലി എ മാജിക്കൽ പ്ലേസ്. അവിടെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വരാൻ പറ്റുമെങ്കിൽ ഡു കം ആൻഡ് വിസിറ്റ്. ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ്. ഫിസിക്കലി എക്സോസ്റ്റിംഗ് ആണെങ്കിൽ ടൈം എടുത്തത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ട്രിപ്പ്. സോ നാളെ നമ്മൾ ഗങ്ജൌവിലേക്ക് പോവാണ്. അത് ഞാൻ വ്ളോഗ് ചെയ്തില്ല, ബാക്കി വ്ളോഗ്സ് അവിടെ എത്തിയിട്ട് കാണാം. സോ ഇറ്റ്സ് വെരി ടയറിങ്. ഒരു 2 മണിക്കൂർ ഉറങ്ങാനുള്ളൂ. രാവിലെ 4 മണിക്ക് റെഡിയായി 5 മണിക്ക് എയർപോർട്ടിലേക്ക് പോകണം. സോ ഹോപ്പ്ഫുള്ളി ഗങ്ജൌവിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെയൊക്കെ വ്ളോഗ് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും. സോ നാളെ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ. ഇന്നത്തെ വ്ളോഗ് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. ഇറ്റ്സ് സോ മച്ച് എഫേർട്ട് എടുത്ത് ചെയ്തൊരു വ്ളോഗാണ്.